പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതിന് താഴെയായി എഴുതിയിരിക്കുന്ന കർത്താവിൻ്റെ വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 2 കൊരിന്ത്യർ 12:9. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ശ്രദ്ധിക്കുക, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന്, ഏറ്റു പറഞ്ഞ്, ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന്. മനസ്സിലാക്കണം, ക്രിസ്തുവിൻ്റെ ശക്തി ആവസിക്കാനുള്ളതാണ്. ആവസിക്കുന്ന സാഹചര്യമാണ് ഈ ബലഹീനമായ സാഹചര്യങ്ങൾ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ബലഹീനതയെ ഓർത്ത് പ്രശംസിക്കും. അതുകൊണ്ട് 10-ാമത്തെ വചനം, അതുകൊണ്ട് ബലഹീനതകളിലും, പ്രൈസ് ദി ലോർഡ്, ഏറ്റു പറഞ്ഞ്, ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ കേട്ട വചനം 2 കൊരിന്ത്യർ 12:10 വചനങ്ങളാണ്. അപ്പം ബലഹീനതയിലും ആക്ഷേപങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. അപ്പോൾ ആ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആരാ? പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവാ. ആ ക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്താ? അതാണ് റോമ 8:18 വായിക്കുന്നത്. നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വം ഈ ക്രിസ്തുവിൻ്റെ മഹത്വമാണ്. പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിൻ്റെ മഹത്വമാണ്. നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകളെന്ന് പറയണതാണ് പൗലോസ് ആ റോമ 8:18 ഇന്നത്തെ കഷ്ടതകളില്ലേ, അതാണ് 2 കൊരിന്ത്യർ 12:10 ആക്ഷേപങ്ങൾ, ഞെരുക്കങ്ങൾ കേട്ട് റോമ കൊരിന്ത്യർ വിശദീകരിക്കണത്. അപ്പം നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞെരുക്കങ്ങളിൽ, ആക്ഷേപങ്ങളിൽ, ബലഹീനതകൾ, അതാ ഇന്നത്തെ കഷ്ടതകൾ. അപ്പം കഷ്ടതകൾക്ക് അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങൾ പറയുകയാണ്. ഇപ്പം റോമ 8:18 കഷ്ടതകൾ നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ, അതിനകത്ത് എന്തൊക്കെ ഉണ്ട്? ആക്ഷേപങ്ങളുണ്ട്, ബലഹീനതയുണ്ട്, ഞെരുക്കമുണ്ട്. ഇതെല്ലാം എന്താണ്? തുലോ നിസ്സാരമാണ്. എന്താണ്? ക്രിസ്തുവിനെ പ്രതി. ഏത് ക്രിസ്തു? മഹത്വപൂർണനായ ക്രിസ്തു. ക്രിസ്തുവിൻ്റെ മഹത്വം നമുക്ക് ലഭിക്കാനിരിക്കണതാ. അത് ഓർക്കുമ്പോൾ, അത് അനുഭവിക്കുമ്പോൾ, പുനരുദ്ധാനം ലഭിക്കാതിരിക്കുന്ന മഹത്വം ഈശോ എപ്പോഴും പറയവേ, അതായത് ഈ വിശ്വസിക്കുമ്പോൾ നമ്മൾക്ക് ഭാവി വർത്തമാനമാകുന്ന ഒരു ടെക്നിക്കുണ്ട്. വിശ്വസിക്കുമ്പോൾ ഭാവി വർത്തമാനമാകും. അപ്പോൾ ഈശോ പറയാനുണ്ടല്ലേ, അവൻ കണ്ണുകൾ ഉയർത്തി പാടശേഖരങ്ങൾ നോക്കിയിട്ട് പറഞ്ഞ് 4 മാസം കഴിയുമ്പോൾ കൊയ്ത്താകും. എന്നിട്ട് ഈശോ പറയും, അല്ല ഇപ്പോൾ തന്നെ ആയെന്ന് പറയും. അതെന്താണ്? വിശ്വാസം കൊണ്ട് ലഭിക്കാതിരിക്കുന്നത് ലഭിക്കുന്ന അനുഭവം കിട്ടും. പുനരുത്ഥാനത്തിൻ്റെ പ്രത്യേകത അതാണ്. നീ യേശുവിനെ സ്നേഹിച്ച് കഴിയുമ്പോൾ
നീ യേശുവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ, നീ യേശുവിനെ പ്രത്യാശിച്ച് കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് നിന്നിൽ ഇതെല്ലാം അഭിഷേകമാക്കി മാറ്റുമ്പോൾ ലഭിക്കാനിരിക്കുന്നത് ഇപ്പം കിട്ടിയ പോലെ ആകുമ്പോൾ കഷ്ടത നിസ്സാരമാകും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അഭിഷേക വിധി പ്രകാരമുള്ള ദൈവിക പുണ്യങ്ങളാൽ എന്നെ നിറച്ച് ക്രിസ്തുവിനെ കുറിച്ചുള്ള ഓർമ്മ, ഉദ്ധാനത്തെ കുറിച്ചുള്ള മഹത്വത്തെ കുറിച്ചുള്ള അനുഭവങ്ങളെ ഇപ്പൊ കിട്ടിയതുപോലെ എന്റെ ആത്മാവിനെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 യേശുവിന്റെ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഓ അത്തി അഭിഷേകമേ, ഓ അത്തി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അത്തി അഭിഷേകമേ, ഓ അത്തി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ക്രിസ്തുവിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്കൊരു അഭിഷേകം കിട്ടിയാൽ നമ്മളെപ്പോഴും ഇങ്ങനെ എല്ലാ കഷ്ടതകളെയും പുനരുത്ഥാനം കൂട്ടിയേ ചിന്തിക്കത്തുള്ളൂ. ക്രിസ്തുവിനെ അറിയാത്ത ഒരു മനുഷ്യനെന്ത് ചെയ്യും? അത് കാലക്കേടാണ്, ഗ്രഹപ്പിഴയാണ്, നമ്മുടെ വിധിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ക്രിസ്തുവില്ലാത്തൊരു ലോകത്തെ എല്ലാം വിധിയാണ്. ക്രിസ്തുവില്ലാത്ത ലോകത്തെല്ലാം ഗ്രഹപ്പിഴയാണ്. ക്രിസ്തുവില്ലാത്ത ലോകത്തെ എല്ലാം കാലക്കേടാണ്. അങ്ങനെയായിരുന്നു ഈ കാലത്ത്, ഒരു കാലത്ത്. അപ്പം ക്രിസ്തുവിനെ അനുഭവിച്ച് കഴിയുമ്പോൾ ഇതിനെല്ലാത്തിനും ഒരു സമാധാനമാകും. അതാണ് ക്രിസ്തു സമാധാനമാണെന്ന് പറയണത്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു ഞാൻ, സമാധാനം നിങ്ങൾക്ക് നൽകുന്നു ഞാൻ. വിശ്വസിക്കുവിൻ ജനമേ, വസിച്ചിടുവിൻ എന്നിൽ. വിശ്വസിക്കുവിൻ ജനമേ, വസിച്ചിടുവിൻ എന്നിൽ. അലൈക്കോൽ സ്ലാമാം, അലൈക്കോൽ സ്ലാമാം, അലൈക്കോൽ സ്ലാമാം, അലൈക്കോൽ സ്ലാമാം. സമാധാനം നിങ്ങൾക്ക് അരുളുന്നു ഞാൻ, സമാധാനം നിങ്ങൾക്ക് അരുളുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വളരെ എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം തെറ്റിദ്ധാരണ ഇപ്പം നമ്മൾ കണ്ടില്ലേ. ഇപ്പം 2 കൊറിന്ത്യർ 12:10 കണ്ടില്ലേ. അതായത് ആക്ഷേപങ്ങൾ, ഞെരുക്കം, ബലഹീനത, ഇതെല്ലാം ആണ് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ റോമ 8:18 അനുസരിച്ച് തുലോം നിസ്സാരമാകണത്. ഈ നിസ്സാരമാകണത് ആ അനുഭവം ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ സംഭവിക്കുന്ന പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ഒരു മുന്നാസ്വാദനത്തിൽ ലഭിക്കുന്നതാണ്. ഈ എപ്പോഴും നമുക്ക് വേദന വരുമ്പോൾ പുനരുദ്ധാനത്തെക്കുറിച്ച് മുന്നാസ്വാദനത്തിന് സാധ്യതയുണ്ടെന്ന് എൻ്റെ ദൈവവേദന മനസ്സിലാക്കണം. ഇപ്പം ഇതിനകത്തൊരു ചെറിയ വിഷയമുള്ളത്. ഇപ്പം അവൻ നിന്ദിക്കപ്പെട്ടു. ഇപ്പം ഐസയ 53:4 അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചില്ല. എന്നുവെച്ചാൽ അപമാനിച്ചു. നമ്മുടെ വേദനകളാണ് അവൻ യഥാർത്ഥത്തിൽ വഹിച്ചത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. ശ്രുതികട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ പേര് ഷൈനി സ്റ്റീഫൻ. ഞാൻ താമരക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു. പരിശുദ്ധമായ ആൾത്താരയിൽ രണ്ടാമത് പ്രാവശ്യമാണ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. 2022 നവംബർ 22-ാം തീയതിയാണ് ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ 9ാമത്തെ പ്രാവശ്യമാണ് ഇപ്രാവശ്യം ഞാൻ പുതുക്കിയിരിക്കുന്നത്. പരിശുദ്ധ അമ്മ വഴി എനിക്ക് ധാരാളമായി നൽകിയ അനുഗ്രഹങ്ങളിൽ ചിലത് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. എൻ്റെ മകൻ UK-യിൽ 2020 മുതൽ അവൻ UK-യിൽ വർക്ക് വിസയിൽ ജോലി ചെയ്യുകയായിരുന്നു. പെട്ടെന്നൊരു സാഹചര്യത്തിൽ അവൻ്റെ അതല്ലാത്ത കാരണത്താൽ അവൻ്റെ വിസ നഷ്ടപ്പെടുകയും അവന് വളരെ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തു. അപ്പോൾ അവൻ എപ്പോഴും വിളിച്ച് എന്നോട് പറയുമായിരുന്നു, അമ്മ ഞാൻ തിരിച്ചു പോരും, അവന് അതിനകത്ത് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, ജോലി ചെയ്യാൻ തടസ്സമാണെന്ന് പറഞ്ഞു. എന്തായാലും മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, അമ്മ അവനെ അവിടെ തന്നെ പിടിച്ചു നിർത്തണമേ. അതിൻ്റെ ഫലമായിട്ട് അവന് നല്ലൊരു ജോലി ലഭിച്ച് അവനതിൽ ഒരു കുഴപ്പവും കൂടാതെ ഇന്ന് അവർ രണ്ടുപേരും അവിടെ ജോലി ചെയ്യുന്നു. അതിന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു. അമ്മ മാതാവ് ഏപ്രിൽ 17-ാം തീയതി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് മാതാവ് അവന് വിസ ലഭിക്കണമെന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അന്ന് തന്നെ ഞങ്ങൾ പള്ളിയിൽ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു. ആ ദിവസം തന്നെ എൻ്റെ മകനും വിസ കിട്ടുകയും അവർക്ക് ഇന്ന് സന്തോഷത്തോടെ അവിടെ ഇരിക്കുകയാണ്. ഒരു കുഴപ്പം കൂടാതെ ഇന്ന് അവനവിടെ ഒരു ബസ് ഡ്രൈവറായിട്ടാണ് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെ ബസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നതിന് വളരെയേറെ തടസ്സങ്ങളാണ്. ഒത്തിരി 6 ഇൻ്റർവ്യൂ 6 ടെസ്റ്റ് ഓരോ സമയത്തും അവൻ എന്നോട് വിളിച്ചു പറയും, അമ്മേ ഇന്ന് ടെസ്റ്റാണ്, ഇന്ന് ഇൻ്റർവ്യൂ ആണ്. അപ്പം ഞാൻ ഉടമ്പടി വസ്തുക്കൾ അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ ഉപ്പ് വിതറി തൈലം തൂത്തുപോയി പ്രാർത്ഥിക്കും. നിസ്സാര കാരണങ്ങൾക്ക് പോലും അവരെ റിജക്റ്റാക്കി വിടും. എന്തായാലും അമ്മ മാതാവ് അവനെ തിരഞ്ഞെടുത്തു. അവൻ ആ ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി, ടെസ്റ്റും ഒരു കുഴപ്പവും കൂടാതെ പാസ്സായിട്ടാണ് ഇന്ന് അവിടെ ബസ് ഓടിക്കുന്നത്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, വർഷങ്ങളായി ഞങ്ങളുടെ ജീവിതമാർഗമായിട്ട് ഞങ്ങൾക്കൊരു കട തുടങ്ങുവാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ഒത്തിരി തടസ്സങ്ങളായിരുന്നു ആ കട തുടങ്ങുവാൻ വേണ്ടിയിട്ട്. ചെറിയ തോതിൽ ഞങ്ങളെക്കൊണ്ട് സാധിക്കുകയില്ലായിരുന്നു. എന്തായാലും ഒരു ഇതുമില്ലാതെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു കട ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ, ഏറെ ദൂരമില്ല, 2 കിലോമീറ്റർ അകലെ മാത്രമായിട്ട് ചെറിയൊരു കട, ഒരു ബേക്കറി തുടങ്ങാൻ സാധിച്ചു. ഇന്ന് അവിടെ ഞങ്ങൾക്ക് ബേക്കറിയും പലചരക്കും എല്ലാ സ്റ്റേഷനറി എല്ലാം കൂടി ആയിട്ട് നല്ല രീതിയിൽ അമ്മ മാതാവ് അത് മുൻപോട്ട് പോകുന്നു. അതുപോലെ തന്നെ എൻ്റെ മകൾ, ഞാൻ കടയിൽ പോകുമ്പോൾ ഇവൾക്ക് SLC പരീക്ഷയുടെ സമയമായിരുന്നു. ആ സമയത്ത് ഇവൾ പഠിക്കാൻ ഉഴപ്പിയിരിക്കുകയാണ്. അപ്പം ഞാൻ രാവിലെ കടയിൽ പോകും, വൈകുന്നേരമാണ് ഞാൻ കടയിൽ നിന്ന് വരുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ അമ്മയോട് പറയും, എൻ്റെ അമ്മേ ഞാൻ പോകുവാണ്, എനിക്ക് എൻ്റെ കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ സമയമില്ല, അമ്മ തന്നെ ഇവളുടെ കാര്യം നോക്കണം, ഇവളെ ഇരുന്ന് പഠിക്കാൻ അമ്മ തന്നെ അവളെ ഒരുക്കണം. എന്തായാലും പരീക്ഷയ്ക്ക് അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ 7 A+, 2 Aയും 1 B+ നൽകി എൻ്റെ ദൈവമാതാവ് അവളെ അനുഗ്രഹിച്ചു. പിന്നെ ഞങ്ങൾ വർഷങ്ങളായി ഞങ്ങൾ 5 സഹോദരങ്ങൾ ഒന്നിച്ചു കൂടിയാണ് ഞങ്ങൾ ഇവിടെ പെസഹ വ്യാഴാഴ്ച അപ്പം മുറിക്കുന്നത്. ഒരു ചെറിയ കാരണത്താൽ ഒരു സഹോദരൻ അതിൽ പങ്കെടുക്കാതിരുന്നു. അപ്പോൾ ഓരോ വർഷവും പോകുമ്പോൾ മാതാവേ ഈ പ്രശ്നമൊന്ന് പരിഹരിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചൊന്ന് അപ്പം മുറിക്കാനായിട്ട് അമ്മ തന്നെ അതിൽ ഇടപെടണമെന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ വർഷത്തെ പെസഹ വ്യാഴാഴ്ച ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഒന്നിച്ച് അപ്പം മുറിക്കാൻ ആചരിക്കുകയും ചെയ്തു. പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നു. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 15-ാം തീയതി എൻ്റെ മകന് വണ്ടി ഓടിക്കുന്ന സമയത്ത് അവന് ശക്തമായ കാലിൽ ഭയങ്കര വേദനയായിരുന്നു. ആ വേദന വന്നിട്ട് അവന് കാല് കുത്തുവാൻ പോലും സാധിക്കുന്നില്ല. അവന് എപ്പോഴും എന്നെ വിളിച്ച് കട്ടിലേ കിടന്നുകൊണ്ടാണ് വിളിക്കുന്നത്, ഭയങ്കര വേദനയാണ്. ബസ് ഓടിക്കാൻ പോയിട്ട് അവൻ അവിടെ നിന്ന് തിരിച്ച് വിളിച്ചു പറഞ്ഞു, എനിക്കൊണ്ട് ഓടിക്കാൻ പറ്റുന്നില്ല, എൻ്റെ കാലിന് നട്ടലിൻ്റെ അവിടെ നിന്ന് വേദനയാണ് ഇറങ്ങുന്നത്. എല്ലാവർക്കും അറിയാം UK-യിൽ നമ്മൾക്കൊരു ഡോക്ടറെ കാണുവാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ അവനെ പെട്ടെന്ന് അവിടെ പോയി കണ്ടു. അവർ പറഞ്ഞു MRI എടുക്കണമെങ്കിൽ 6 മാസം കഴിയും. അവന് വേദനയിട്ട് സഹിക്കത്തുമില്ല. കഴിഞ്ഞ സെപ്റ്റംബർ 23-ാം തീയതി ആരാധനയുടെ സമയത്ത് എന്നോട് വിളിച്ചു പറഞ്ഞു, അമ്മ ഞങ്ങളെ ആംബുലൻസിൽ ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോവുകയാണ്, അമ്മ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ കടയിൽ നിന്ന് അപ്പോൾ 5 മണിയായപ്പോൾ ഞാൻ കടയിൽ നിന്ന് വേഗം വീട്ടിലേക്ക് പോയി. TV-യിൽ ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്തു. 2 നീലത്തിരയും പച്ചത്തിരയും കത്തിച്ചു വെച്ചാണ് ഞാൻ ആരാധനയിൽ പങ്കെടുത്ത്. എൻ്റെ അമ്മേ
വേറെ ആരുമില്ല ഞങ്ങൾക്ക്. അമ്മ സഞ്ചാരി മാതാവേ, അങ്ങേ എന്ന് അവനെ സുഖപ്പെടുത്തണമേ, അല്ലാതെ ഇവിടെ ഒന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അമ്മയും തിരുക്കുമാരനും കൂടി എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും നാളും ഈ ഉടമ്പടി ആരാധന കൂടിയിരുന്നത്. ഉടമ്പടി ആരാധന എല്ലാ പ്രാവശ്യം കൂടും, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കൂടും, കടയിലായിരിക്കും. അപ്പം ഞാൻ ചെവിയിൽ ഇതൊക്കെ വെച്ചാണ് കൂടിക്കൊണ്ടിരുന്നത്. അന്ന് ആദ്യമായിട്ട് ഞാൻ കരഞ്ഞ് ആ മുഴുവൻ സമയം 2.5 മണിക്കൂറും മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച്. അതിൻ്റെ ഫലമായി അമ്മ ആംബുലൻസിൽ പോയ കുഞ്ഞ് തിരിച്ച് നടന്നു വന്നവൻ്റെ വീട്ടിൽ അവൻ വരണം, അമ്മ അതിനിടയാക്കണമേ എന്ന്. ഞാൻ ആരാധന കഴിഞ്ഞ് 7:30 ആയപ്പോൾ, 8 കഴിഞ്ഞപ്പോൾ ഇവരെന്നെ വിളിച്ചു പറഞ്ഞു, അമ്മ ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങളിവിടെ തിരിച്ചു വന്നു, വേദനയ്ക്ക് നല്ല കുറവുണ്ട്, ഞാൻ കാല് ചവിട്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്, എനിക്കൊരു വേദനയുമില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, ഇവിടെ വന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ചികിത്സ ചെയ്യാനായിട്ട് മാതാവേ അമ്മ തന്നെ ഇവിടെ കൊണ്ടുവന്ന് തരണമേ മകനെ, ഒരു കുഴപ്പവും കൂടാതെ. അവിടെ നിന്ന് വരുമ്പോൾ 2 ദിവസത്തെ യാത്രയൊക്കെ ഉണ്ട്, പെട്ടെന്ന് അവർ പോകുമ്പോൾ എങ്ങനെയാകും എന്നൊക്കെ ഓർത്ത് എനിക്ക് വളരെ പേടിയായിരുന്നു. അമ്മ മാതാവ് തന്നെ അവരെ ഒരു കുഴപ്പവും കൂടാതെ 26-ാം തീയതി രാവിലെ തന്നെ അവർ ഇവിടെ എത്തിച്ചു. ആശുപത്രിയിൽ പോയി സയാട്ടിക്ക എന്ന് പറയുന്ന ഒരു രോഗമായിരുന്നു. അതിനൊരു വേറെ മരുന്നൊന്നും കാര്യമായിട്ടൊന്നും മരുന്നില്ല, ചെറിയൊരു മരുന്ന് കൊടുത്തു. പിന്നെ എക്സസൈസ് ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ മാസം 20-ാം തീയതി അവർ തിരിച്ചു പോവുകയാണ്. അതുപോലെ 6-7 വർഷം മുൻപ് ഞാൻ സ്വപ്നത്തിൽ ഒരു അച്ഛൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഈ മാതാവിന് ഈ പ്രാർത്ഥന ഈ പാട്ട് എപ്പോഴും നീ പാടണം, എല്ലാ ദിവസവും പാടണം, മാതാവിന് അത് ഏറ്റവും ഇഷ്ടമാണ്. ഞാൻ ആ അച്ഛനെ അറിയോ ഇല്ല, ആകപ്പാടെ ഒരു ചെറിയ താടിയുണ്ട് അച്ഛന്, ഒരു വെള്ള ലോഹയിട്ട ഒരു അച്ഛനാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. ഇതിനു മുമ്പ് ഞാൻ ഈ കൃപാസനെന്നോ ഇവിടുത്തെ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ 2022 ഒന്നും അറിയാതെയാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ ഉടമ്പടി എടുത്തു. അപ്പോൾ അവിടെ നിന്ന് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വന്നു, ഈ അച്ഛനെയാണല്ലോ ഞാൻ അന്ന് സ്വപ്നത്തിൽ കണ്ടത്. പക്ഷേ അന്നേരം എനിക്ക് സംശയം, അന്നേരം നമ്മുടെ അച്ഛനിട്ടിരുന്ന ഡ്രസ്സ് ക്രീം കളറായിരുന്നു, പക്ഷേ ഞാൻ സ്വപ്നത്തിൽ കണ്ട വേഷം വെള്ള ഉടുപ്പായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി ആരാധനകൾ എല്ലാ ദിവസവും പതിവായി കാണും. പഴയ ആരാധനകളെല്ലാം നോക്കിയപ്പോൾ അതിനകത്ത് അച്ഛൻ വെള്ള ഉടുപ്പാണ് ഇട്ടിരുന്നത്. എനിക്ക് വളരെ സന്തോഷമായി. ഈ അച്ഛനെ തന്നെയാണ് ഞാൻ സ്വപ്നം കണ്ടതെന്ന് ഞാൻ ഉറപ്പിച്ചു. പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ യാതൊരു കുഴപ്പവും കൂടാതെയൊക്കെ അങ്ങ് പോയി. രണ്ടാമത് ഞാൻ പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിൻ്റെ ഒരു രൂപം മേടിച്ചു. അപ്പോൾ തന്നെ എനിക്ക് സുഗന്ധ അനുഭവം എനിക്ക് ഉണ്ടായി. ആ സുഗന്ധാനുഭവം ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റി, മക്കൾക്കും. പക്ഷേ പപ്പായ്ക്ക് കിട്ടിയില്ലായിരുന്നു. ഞങ്ങൾ കാറിൽ തിരിച്ചു പോകുമ്പോൾ വീണ്ടും 2 പ്രാവശ്യമാണ് ആ സുഗന്ധാനുഭവം ഞങ്ങൾക്കുണ്ടായത്. അതോടുകൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശ്വാസമാണ്. എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും ആരും ആശുപത്രിയിൽ പോലും പോകുകയില്ല. പപ്പ പെട്ടെന്ന് പറയും, നീ ആ തൈലം ഒന്ന് തൂത്താൽ മതി, ഉപ്പിട്ട് തന്നാൽ മതി, വെള്ളം തന്ന്. അങ്ങനെയാണ് ഞങ്ങളുടെ അവസ്ഥകൾ. ഈ ഉടമ്പടി തൈലവും ഉപ്പും തേനുമാണ് ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഉപയോഗിക്കുന്നത്. തേൻ തേച്ച് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ പുറത്തേക്ക് ഷോപ്പ് തുറക്കാൻ പോകുന്നത്, എല്ലാവരും പ്രാർത്ഥിച്ച്. അതുപോലെ 4-5 പ്രാവശ്യമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കടയിലെ തിരക്ക്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വന്നു. എനിക്കിവിടെ വന്ന് പോകാനായിട്ട് സമയക്കുറവ്, കൊണ്ടുവരാൻ ആളില്ല, കടയിൽ പപ്പയ്ക്ക് പോകണം. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ തന്നെ ഇതിനകത്ത് ഇടപെടണം, അല്ലാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. എന്തായാലും അന്ന് തന്നെ ഞാൻ രാത്രി കിടന്നുറങ്ങിയപ്പോൾ വെളുപ്പിന് സമയമായപ്പോൾ ഞാൻ ഭയങ്കര കരച്ചിൽ. എനിക്കറിയത്തില്ല, ഞാൻ കാണുമ്പോൾ എൻ്റെ ഗേറ്റ് കിടന്ന് എൻ്റെ ഈ അമ്മ മാതാവ് ഒരു വടിയും കുത്തിപ്പിടിച്ച് വന്നിട്ട് ഷൈനി ഷൈനി എന്നാണ് വിളിക്കുന്നത്. അത് കേട്ടുകൊണ്ടാണ് ഞാൻ ഏൽക്കുന്നത്. അത് കേട്ട് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. എന്നെ കുലുക്കി വിളിച്ചു എൻ്റെ ഹസ്ബൻഡ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ പിള്ളേരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിള്ളേർ ഒന്ന്, പപ്പ അന്നേരം വിളിച്ചല്ലോ, മാതാവ് വന്ന് എന്നെ പറഞ്ഞതെന്നും കൂടെ കേൾക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ ഇവിടെ എന്നെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ വന്നു. അതിൽ പിന്നെ എനിക്ക് ഉടമ്പടി പുതുക്കാതിരിക്കാനായിട്ട് ഒരു കുഴപ്പവുമില്ല. എല്ലാ പ്രാവശ്യവും ഞാൻ മുടങ്ങാതെ വന്ന് ഉടമ്പടി പുതുക്കുന്നു. 1 കിലോമീറ്റർ പോലും നടക്കാൻ സാധിക്കാത്ത എനിക്ക് അഖണ്ഡ ജപമാല റാലി കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു കുഴപ്പവും കൂടാതെ, എൻ്റെ കാലിന് ഭയങ്കര മുട്ടുവേദനയും നടുവേദനയാണ്, ഒരു കുഴപ്പവും കൂടാതെ എനിക്ക് നടക്കാൻ പറ്റി. ചില സമയങ്ങളിൽ ഞാൻ തളരുന്ന സമയത്ത് അമ്മയുടെ സുഗന്ധ അനുഭവം ആണ് എന്നെ താങ്ങി നിർത്തി ഞാൻ തീരുന്നത് വരെ അങ്ങ് പള്ളിയിൽ പോയി എല്ലാം കഴിഞ്ഞാണ് തിരിച്ചു പോകുന്നത്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ മാതാവ് നൽകിയിട്ടുണ്ട്. ഇനി ഒത്തിരിയേറെ പറയാനുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടെ നിന്ന്
മേടിച്ചു കൊണ്ടുപോകുന്ന എല്ലാ പത്രങ്ങളും അമ്മയെ അറിയാവുന്നവർക്ക് കൊടുക്കാതെ അമ്മയെ അറിയത്തില്ലാത്ത അക്രൈസ്തവരായവർക്ക് പിന്നെ കടകളിൽ കയറിയിട്ട് വെച്ച് കൊടുക്കും. പിന്നെ ഞങ്ങൾക്ക് വാൻ സെയിലുണ്ട്, അപ്പോൾ പപ്പ അവിടെ കടവഴി എല്ലാം കൊണ്ട് കൊടുക്കും. അറിയാത്തവരെ ഞങ്ങൾ അറിയിക്കും. പിന്നെ കൊച്ചു സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കും, പിള്ളേർക്കെല്ലാം കൊണ്ട് കൊടുക്കും. കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് 2 വർഷമായിട്ട് ഞാൻ ഒരു കെയർ ഹോമിൽ അവരെ പോയി ശുശ്രൂഷിക്കാറുണ്ടായിരുന്നു. രാവിലെ 6 മണിയാകുമ്പോൾ പോകും, അവരെ കുളിപ്പിക്കും, അവർക്ക് ഭക്ഷണം വാരി കൊടുക്കും. അവിടെ എല്ലാം അടിച്ചു വാരി ബാത്റൂം വരെ ഞങ്ങൾ ക്ലീൻ ചെയ്യും. എന്നിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അതുപോലെ അവിടുത്തെ 65 അന്തേവാസികളുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ അനിയൻ്റെ ഭാര്യയും കൂടി 65 പേർക്ക് ഞങ്ങൾ സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്ത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കത്തു. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ സഹായം ചോദിക്കുന്ന എല്ലാവർക്കും ഒരു മടിയും കൂടാതെ സഹായിക്കാനുള്ളൊരു സന്മനസ് ഞങ്ങൾക്ക് നൽകി. ആത്മീയമായിട്ടും ഈ ഉടമ്പടിയിൽ വന്നതിൽ പിന്നെ എനിക്ക് 54 വയസ്സിനോടിടയ്ക്ക് ഞാൻ ആദ്യമായിട്ട് മുഴുവൻ സമ്പൂർണ്ണ ബൈബിൾ വായിക്കാൻ സാധിച്ചു. പുതിയ നിയമം 2ാമത് പ്രാവശ്യമാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. പിന്നെ ഓരോ കാര്യത്തിനും കുർബാനയ്ക്ക് പോകാനും ഒരു തടസ്സവും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ എൻ്റെ കൊച്ച് ഇപ്പോഴാണ് മാത്രമാണ് തടസ്സങ്ങൾ വരുന്നത് സ്കൂളിൽ പോകുന്നതുകൊണ്ട്. എന്നാലും ഞാൻ സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് ഡെൽന ജോസ്. ഞാൻ ഇടുക്കി ജില്ലയിലെ വാഴവര സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് 16/11/2025 ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഓസ്ട്രേലിയക്ക് പോകാനുള്ള PT എക്സാം പാസ്സാവാനും വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യമേ എക്സാം എഴുതിയപ്പോൾ എനിക്ക് എല്ലാവർക്കും അറിയാം, PT എക്സാം എഴുതിയിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇൻഡിവിജ്വൽ ഏകദേശം ഓവറോളും 66 വേണം. അപ്പം ഞാൻ റീഡിങ്ങിന് എനിക്ക് സ്ഥിരമായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം എഴുതിയപ്പോൾ എനിക്ക് റീഡിങ്ങിന് പോയി. രണ്ടാമതും അതുപോലെ ഞാൻ എഴുതിയപ്പം സിസ്റ്റത്തിലായതുകൊണ്ട് തന്നെ ഒരാൾക്ക് എന്തെങ്കിലും മാനുഫാക്ചറായിട്ട് വരിക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അന്ന് ഞാൻ എറണാകുളത്താണ് എക്സാം എഴുതിയത്. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 10 പേരുടെ സിസ്റ്റം ഓഫ് ആവുകയും അങ്ങനെ എക്സാം അവിടെ ക്യാൻസലാവുകയും ചെയ്തു. അപ്പോൾ അന്ന് ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എന്താ മാതാവ് എനിക്ക് എക്സാം പാസ്സാവാത്തേ, എന്തുകൊണ്ട് ഇങ്ങനെ ക്യാൻസലായി പോയേ എന്നൊക്കെ ഞാൻ കുറേ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി കുറച്ച് കഴിയുമ്പം വീണ്ടും ഞാൻ ഡേറ്റ് എടുത്തു. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് 4 എന്നുള്ള നമ്പറാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് വീണ്ടും എഴുതാൻ പോയപ്പോൾ എനിക്ക് 8 എന്നുള്ള നമ്പർ കിട്ടി. അപ്പോൾ ഞാൻ എക്സാം വലിയ കുഴപ്പമില്ലായിരുന്നു, എഴുതി പാസ്സാവുമെന്ന് വിചാരിച്ചു. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. എനിക്ക് റീഡിങ്ങിന് വീണ്ടും 1 മാർക്കിന് പോയി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഞാൻ ഇരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ടു, മാതാവ് കൈവിരിച്ച് നിൽക്കുന്നു. മാതാവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ണീശോയും റൈറ്റ് സൈഡിൽ വേളാങ്കണ്ണി മാതാവും ഉണ്ണീശോയും. അപ്പം ഞാൻ ഉടമ്പടി എടുക്കണ്ട, അമ്മേനെ കൊണ്ട് എടുപ്പിക്കാം, ഞാൻ എടുത്താൽ ശരിയാവില്ല എന്നുള്ള രീതിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്തോ ഉടമ്പടി എടുക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഞായറാഴ്ച ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു. സാധാരണ എവിടെയെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ശ്രദ്ധയൊക്കെ പോവും. പക്ഷേ ഇവിടെ 2.5 മണിക്കൂറുണ്ടായിരുന്ന ക്ലാസ് എൻ്റെ ശ്രദ്ധ ഒട്ടും പോയില്ല. അത്രയും നേരം കംപ്ലീറ്റ് ഞാൻ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയപ്പം മാതാവിൻ്റെ പ്രദക്ഷിണം ഉണ്ടായിരുന്നു, മാതാവിനെ വഹിച്ചുകൊണ്ട്. അപ്പം വന്നപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഞാൻ ആൾക്കാരുടെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പുറകിലായിട്ടാണ് നിന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് മാതാവിനൊന്നും കിട്ടില്ലായിരിക്കും, എന്നെക്കാൾ അർഹരായിട്ടുള്ളവർ ഇവിടെ ഉണ്ട്, അപ്പോൾ അവർക്കേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പം ടോക്കൺ കൊടുക്കുന്ന ചേച്ചി കുറച്ച് പേർക്ക് 2 പേർക്ക് കൊടുത്തു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു ചേച്ചി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിയുടെ കയ്യിൽ ഒരു ടോക്കൺ കൊടുക്കാൻ തുടങ്ങി, നേരെ അത് എൻ്റെ നേരെ നീട്ടി. അപ്പം ഞാനത് വാങ്ങിച്ച് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് അന്ന് മാതാവിനെ കിട്ടി. അപ്പോൾ അന്നേരമ്പം എനിക്ക് ഭയങ്കരമായിട്ട് കരഞ്ഞു. ഞാൻ ചോദിച്ചു, മാതാവേ ഞാൻ ഇനി അർഹയാണോ, എനിക്ക് മാതാവിനെ പിടിക്കാനുള്ള അനുഗ്രഹം എനിക്ക് മാതാവ് തന്നാലും ഒരുപാട് നന്ദി പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് 16-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു. 21-ാം തീയതി ബാംഗ്ലൂരായിരുന്നു എനിക്ക് എക്സാമിന് ഞാൻ ഡേറ്റ് എടുത്തത്. അപ്പോൾ 21-ാം തീയതി ഞാൻ പോയപ്പോൾ വിശുദ്ധ തൈലം ഞാൻ തേച്ചു. പിന്നെ ഉപ്പ് അവിടെ വേറൊന്നും അലൗഡ് അല്ല. അപ്പോൾ ഉപ്പ് ഞാൻ എൻ്റെ പോക്കറ്റിലിട്ടിട്ട് ആരും ചോട്ടാത്തൊരു സ്ഥലത്ത് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ കാശുരൂപം ഞാൻ എൻ്റെ മാലയിൽ ഇട്ടുകൊണ്ടാണ് പോയത്. സാധാരണ ചെക്കിങ്ങിൻ്റെ സമയത്ത് ചിലപ്പോൾ ഒരു മാല മാറ്റണം, അത് മാറ്റണം എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എൻ്റെ കൂടെ വരണേന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അവരൊന്നും പറഞ്ഞില്ല. എക്സാം എഴുതി. അന്നും എനിക്ക് 8ാമത്തെ നമ്പർ തന്നെ കിട്ടി. അപ്പോൾ എനിക്ക് വിശ്വാസമായി മാതാവ് തരും. അപ്പോൾ ഞാനങ്ങനെ എക്സാം എഴുതി തിരിച്ച് ഞാൻ 22-ാം തീയതി വീട്ടിൽ വന്നു. അന്ന് തന്നെ രാത്രിയിൽ എനിക്ക് റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ എനിക്ക്
കറക്റ്റ് മാർക്ക് മതി, 66 മാർക്കാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് കറക്റ്റ് മാർക്ക് മതി. പക്ഷേ റിസൾട്ട് വന്നപ്പം മാതാവ് എനിക്ക് 70 എബോ, എല്ലാത്തിനും ഇൻഡിവിജ്വലും ഓവറോൾ 70 എബോ തന്നു. പിന്നെ ഉണ്ടായത്, ഞാൻ അതുപോലെ റിസൾട്ട് വന്നിട്ട് അവിടെ യൂണിവേഴ്സിറ്റിയിൽ സീറ്റിന് വേണ്ടി വെച്ചപ്പം ആദ്യമേ അവരെനിക്ക് മെയിൽ വന്നു, എനിക്കിനി സീറ്റില്ല, എനിക്ക് അടുത്ത വർഷത്തേക്ക് ഇനി ഡെഫർ ചെയ്യണം, ഒരു കാരണവശാലും സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഓക്കെ, ഞാൻ അങ്ങനെ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് 2026 ഓസ്ട്രേലിയക്ക് പോകണം. അപ്പം മാതാവ് അത് സഹായിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം ഞാൻ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറയുന്നില്ല, ഒരു നല്ല യൂണിവേഴ്സിറ്റി ഏതാണോ മാധവ് എനിക്ക് നേടി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ എനിക്കൊരു മെയിൽ വന്നു, വെയിറ്റിംഗ് ലിസ്റ്റിലിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഓഫർ ലെറ്ററായി. അങ്ങനെ ആ കാര്യം ഓക്കെ ആയി. വിസയ്ക്ക് വെച്ചപ്പോൾ ഞാൻ ലൈറ്റേക്കാനിൽ റിക്വസ്റ്റ് ഇട്ടായിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ വിസ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് ഒരാഴ്ച തികയുന്നതിന് തലേ ദിവസം എനിക്ക് വിസ വന്നു. ഞാൻ ഈ ഫെബ്രുവരി 19-ാം തീയതി ഓസ്ട്രേലിയക്ക് പോവാണ്. അതേപോലെ തന്നെ ഞാൻ ഈ 16-ാം തീയതി ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഞാൻ വന്ന് പ്രാർത്ഥിച്ചു എനിക്ക് വിസ വരാൻ വേണ്ടി, പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വിസയ്ക്ക് കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ചിന്തയ്ക്ക് എനിക്ക് ചെറിയ മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരിയോട് ഉണ്ടായിരുന്നു. അപ്പോൾ അവളോട് ചോദിച്ചു, നിനക്ക് വല്ല സ്മെല്ലും മണവും മരുന്നുണ്ടോ? അപ്പോൾ ഓൾറെഡി ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ ഇടയ്ക്ക് ചോദിക്കുമായിരുന്നു, മാതാവ് എല്ലാവർക്കും ഓരോ അടയാളമൊക്കെ കൊടുക്കുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്ക് തരുന്നില്ല എന്ന് ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു. അന്ന് എനിക്ക് കിട്ടി. ഞാൻ വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വിസ വന്നത്. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് അതിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അതിൽ വെച്ച് ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ പാലിയേറ്റീവ് കെയറിൽ പോയിട്ട് അവിടെയുള്ള അമ്മച്ചിമാരെ ശുശ്രൂഷ, അവരെ കുളിപ്പിക്കുകയും അവർക്ക് ഫീഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വഴിയരികിൽ സഹായം ചോദിക്കുന്നവർക്കെല്ലാം എൻ്റെ എനിക്കിപ്പം ഇൻകമൊന്നുമില്ല, അപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ വെച്ചിട്ട് ഞാൻ അവർക്ക് കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ ആത്മീയമായിട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവും. പിന്നെ എല്ലാ ദിവസവും കൊന്തയില്ലും. എനിക്ക് വേണ്ടി ഞാൻ ഒരിക്കലും കൊന്തയില്ലാറില്ല. ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കൊന്തയില്ലുന്നത്. എല്ലാ ദിവസവും ബൈബിൾ വായിക്കും. ഇത്ര അനുഗ്രഹം തന്ന മാതാവിന് 1000 നന്ദി.